അപ്പൊ ഇതേപോലെ ഫീവർ ഇന്നും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ തീർച്ചയായിട്ട് നമുക്ക് ആവശ്യം എന്താന്ന് പറഞ്ഞാൽ ഏത് വൈറസ് വന്നാലും ശരി, ഏത് ഫീവർ വന്നാലും ശരി, നമ്മൾ ഫസ്റ്റ് കയ്യിലെടുക്കേണ്ട ദി ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ നമ്മുടെ പ്രോഡക്റ്റ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് മനസ്സിലാക്കിയോ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും, വൈറസ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മാത്രമേ അവിടെയുള്ള ഒൺലി സൊല്യൂഷൻ പ്രൊവൈഡർ ആയിരിക്കും. മനസ്സിലായോ? അതിനൊരു സൊല്യൂഷൻ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാത്രമേ കാണത്തുള്ളൂ. മനസ്സിലായോ? അതിന്റെ അതിന്റെ നിങ്ങളെ കുറിച്ചുള്ള മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്ത് പറയാൻ, ലോകം കാണാൻ പോകുന്ന ഒരു വലിയ വിപ്ലവമുള്ള ഇൻഡസ്ട്രിയാണ്. മനസ്സിലായോ? നമ്മളിപ്പോൾ റിലയൻസിൻ്റെയോ ജിയോയുടെയോ വോഡഫോണിൻ്റെ ഇതൊക്കെ നോക്കിയാൽ അവർക്ക് ലാസ്റ്റേ പറയത്തുള്ളൂ. ലാസ്റ്റ് ഓരോ പ്രാവശ്യം കുറയുന്നു, പ്രോഫിറ്റ് കുറയുന്നു എന്ന് പറയുന്നു. ബട്ട് ഇവിടെ എന്താ പറയുക, നമ്മുടെ ബിസിനസ് നിങ്ങൾ ചിന്തിച്ച് നോക്ക്, രോഗികൾ കൂടിക്കൊണ്ടേയിരിക്കുക. മനസ്സിലായോ? നമ്മുടെ ബിസിനസ്സിൽ നമുക്കിപ്പോൾ ലാസ്റ്റ് ഒவ்வொரு മാസം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഓരോരുത്തരുടെ ഇൻകം ഡബിൾ ആയിക്കൊണ്ടിരിക്കുക ഇല്ലേ? ഡബിൾ ആയിക്കൊണ്ടിരിക്കുന്ന അർത്ഥം എന്താ? ഒരുപാട് പേഷ്യൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നു, ഒരുപാട് പേര് പ്രോഡക്റ്റ് കൊടുക്കുന്നു, ഒരുപാട് പേര് ഗുണാവുന്നുണ്ട്. സോ ഇതാണ് അതിന്റെ റീസൺ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്നും ഗ്രോത്ത് ആണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എവരി മന്ത് ഗ്രോത്ത് ആണ്. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ട് അങ്ങനെ ഒരു ഗ്രോയിങ് ബിസിനസ്സിലാണ് നിങ്ങളുള്ളത്. മനസ്സിലായോ? ഞാൻ ഒരിക്കലും നമ്മുടെ ബിസിനസ് ഒരു MLM ബിസിനസ് ഞാൻ പറയത്തേ ഇല്ല. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ പേഷ്യൻസും നമ്മുടെ പ്രോഡക്റ്റ് കളിച്ചിരിക്കണം. മനസ്സിലായോ? നമ്മുടെ നാട്ടിലുള്ള എല്ലാ പേഷ്യൻസ് നമ്മുടെ പ്രോഡക്ട്സ് കളിക്കണമെങ്കിൽ ഈ സിസ്റ്റം കൊണ്ടുപോയാലേ അവരുടെ വീട്ടിലേക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനിപ്പോൾ മനസ്സിലായി, ഇപ്പോൾ ഞാൻ ക്യൂസിലെയോ അല്ലെങ്കിൽ ലേക്ക് ഷോറിലെയോ ഈ പ്രോഡക്ട്സ് നമ്മൾ ഇട്ടാൽ എത്ര പേര് നമ്മളോട് വാങ്ങിക്കും, എത്ര പേര് കഴിക്കും? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര ടെസ്റ്റിമോണീസ് വന്നിട്ടുണ്ടല്ലേ? ഇവരിൽ ആരെങ്കിലും ഈ പ്രോഡക്റ്റ് കളിക്കാനുള്ള ചാൻസ് ഉണ്ടാവോ? മനസ്സിലായോ? ഈ പ്രോഡക്ട്സ് കളിച്ച് ക്യാൻസർ മാറിയവരുണ്ട്, എന്തൊക്കെയോ മാറിയവരുണ്ട്. ഈ പ്രോഡക്ട്സ് നമ്മൾ ഈ സിസ്റ്റം വഴി കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ഇപ്പൊ ഒരു 1 ലക്ഷം പേര് കൊള്ളായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾ പോലും ഈ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ ഈ സിസ്റ്റത്തിൽ വന്നില്ലെങ്കിൽ, ഈ സിസ്റ്റത്തിൽ വരാൻ പോയതുകൊണ്ടാണ് നമ്മൾ മുക്കുമൂല എല്ലാ വീടുകളെയും പ്രോഡക്ട്സ് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ സിസ്റ്റം നല്ല സിസ്റ്റമാണോ ഇല്ലയോ? മനസ്സിലായോ? സിസ്റ്റം ഒരു തെറ്റായിട്ടുള്ള പ്രോഡക്ട്സ് വിൽക്കുകയാണെങ്കിൽ അതൊരു സിസ്റ്റം ബേസ് എന്ന് പറയാൻ പറ്റും. ബട്ട് ഒരു നല്ല കാര്യത്തെ ഒരു നല്ല സിസ്റ്റം വഴി നമ്മൾ കൊണ്ടുപോകുമ്പോൾ 100% അവിടെ വിജയിക്കാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. എനിക്ക് പറയാൻ പറ്റും, ഈ വർഷം ഈ ജനുവരി 1 തൊട്ട് ഈ ജനുവരി 31 തീയതിക്കകത്തില് ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഒരു 7 പേരെ ഈ വർഷം 1 കോടി രൂപ ഏൺ ചെയ്യുന്ന ആളുകളായിട്ട് കാണുന്നു. ഈ വർഷം ഈ 1 തീയതി തൊട്ട് 31 തീയതിക്കകത്തില് ഈ വർഷം ഒരു 7 പേര് മിനിമം 1 കോടി രൂപ ഇൻകം വാങ്ങിക്കാൻ പോകുന്നു. അത് ഡൗട്ടേ ഇല്ല. മനസ്സിലായോ? അവർ 1 കോടി വാങ്ങിച്ചാൽ 50 ലക്ഷം വാങ്ങിക്കുന്ന ആളുകളുണ്ടാവണമല്ലോ. ഇല്ലേ? 50 ലക്ഷം വാങ്ങിയ ആളുകളുണ്ടായാലല്ലേ 1 കോടി വാങ്ങിക്കുന്ന ആളുണ്ടാവും. മനസ്സിലായോ? 25 ലക്ഷം വാങ്ങിക്കേണ്ട ആളുണ്ടാവോ ഇല്ലയോ? 10 ലക്ഷം വാങ്ങിക്കുന്ന ആളുണ്ടാവോ ഇല്ലയോ? സോ അവിടെ ഒന്ന് മനസ്സിലാക്കിയോ, ഇവിടെ നമ്മുടെ കമ്പനിയില് 1 വർഷത്തിൽ 1 കോടി വാങ്ങിച്ചവരുണ്ട്, 8 മാസത്തിൽ 1 കോടി വാങ്ങിച്ചവരുണ്ട്. അത് പണ്ട്. ഇപ്പോ അതൊക്കെ വളരെ സിമ്പിൾ ആക്കി തന്നു. ഇപ്പൊ നമ്മൾ ഒരു ഹെയിലാണ് ഒരു 11 വർഷമായിട്ട് നടക്കുന്നുണ്ട് അല്ലെ? 11th ഇയർ ആണ്. ഈ 11 വർഷം ഹെയിലാണ് നടത്തിയോണ്ട് ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും 1 കോടി രൂപ വാങ്ങിക്കണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം. പണിയെടുക്കുന്നത് മാത്രമല്ല, എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ഇവിടെ ഒരു കറക്റ്റായിട്ട് റോഡ് കൊടുത്തിട്ടുണ്ട്. ഈ റോഡ് വഴി നിങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ഇപ്പൊ ലാസ്റ്റ് മന്ത് ജെസ്സി മാഡം എത്ര സ്റ്റാർ ഉണ്ടായി വേണം? ജെസ്സി മാഡത്തിന്റെ ടീമിലെ ജെസ്സി മാഡം ബാങ്കിലെ എത്ര സ്റ്റാർ ഉണ്ടായി വേണം? ജെസ്സി മാഡത്തിന്റെ ടീമിലെ 10 സ്റ്റാർ. ഞാൻ ജെസ്സി മാഡത്തിന് വിളിക്കാൻ കാരണം ജെസ്സി മാഡം ഒരു ലീഡർ അല്ലായിരുന്നു, ഒരു പേഷ്യന്റ് ആയിരുന്നു അല്ലേ? പേഷ്യന്റ് ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച് കളിച്ചവര് ഇന്ന് താഴെ 10 സ്റ്റാർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത് ഇപ്പൊ 10 സ്റ്റാർ വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഈ വർഷം അവരുടെ എനിക്ക് 10 ലക്ഷം രൂപ. ഈ മാസം 10, ഇനി അടുത്ത മാസം ചിലപ്പോൾ 15 അല്ലെങ്കിൽ 25, ഒരു 50 സ്റ്റാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെസിമാണ് ഈ വർഷം 50 ലക്ഷം ഇൻകം ഉണ്ടാകും. മനസ്സിലായോ? 10 സ്റ്റാർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 20 സ്റ്റാർ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഇവർ ഒരു 4 മാസത്തിന് മുമ്പ് ഷൈസാറിന് ഒരു 5 മാസത്തിന് മുമ്പ് ഷൈസാറിന്റെ അടുത്ത് ഷൈസാറെ സാറിന്റെ ടീമിൽ എത്ര സ്റ്റാർ ഉണ്ടെന്ന് ചോദിച്ചാൽ സാർ എത്ര സ്റ്റാർ പറയും? 10.
അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ ഒരു മാക്സിമം 15 അല്ലേ? 15 സ്റ്റാറിനും ജെസ്സി മാഡത്തിന് 10 സ്റ്റാറിനും ഒരുപാട് ദൂരം ഉണ്ടാ ഇല്ല അല്ലേ? സോ അപ്പൊ ഇനി അടുത്ത മാസം വരെ ഇനി വരുന്ന ഒരു 6 മാസത്തിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടായിരുന്ന ടൈം ആകുമോ? പ്രതീക്ഷിക്കാല്ലേ? സോ അത്രയും രീതിയിലുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർമുല നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ബട്ട് ഈ ഫോർമുല പഠിക്കാൻ ചിലപ്പോൾ എനിക്ക് 8 വർഷം ആയിപ്പോയി, ഷൈൻ സാറിന് 1 വർഷം ആയിപ്പോയി, നിങ്ങൾക്ക് വെറും ഇനി ഒരു 2-3 മാസം മതി. മനസ്സിലായോ? നമുക്ക് ഈ ഫോർമുല കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും 8 മാസമായി. മനസ്സിലായോ? അപ്പോൾ അത്രയ്ക്കും ഒരു ഫോർമുല കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫോർമുല പ്രകാരം മാത്രമാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഫോർമുല മനസ്സിലാക്കിയ പലരുമാണ് ഈ സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ഈ സൈഡിൽ ഇരിക്കുന്ന പലരും എനിക്കൊരു 100% ഉറപ്പുണ്ട് ഈ വർഷത്തിലെ മിനിമം 5 ലക്ഷവും 10 ലക്ഷവും 25 ലക്ഷവും 50 ലക്ഷവും